എല്ലാവരും definition ഓർക്കുന്നുണ്ടായിരിക്കും. I hope you remember the definition for Trinity. ഒന്ന് അതിന്റെ ദൈവത്തെ പറ്റി പഠിക്കുമ്പോൾ ആ ബീയിങ് ആണ്. One, we study the being of the law of God. അതിന്റെ ഗ്രീക്ക് വേർഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Do you remember the Greek word for that? Being. Ousia. Ousia. Three person. Homo means one. Homo means hypostasis. One ousia, three hypostasis. ആ ഉസിയ എന്നുള്ളതാണ് മോണോതീസം, ഏക ദൈവ വിശ്വാസം. The ousia means monotheism or one God, belief in one God. എന്നാൽ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോഴാണ് ആ ഉസിയായിൽ മൂന്ന് പേഴ്സൺ ഉള്ളതായിട്ട് ബൈബിളിൽ കാണാം. When we come to the New Testament, we see in that ousia there's three persons in that ousia or one. ആ ഉസിയായിൽ മൂന്ന് വ്യക്തികളുണ്ട്. We see three persons in that ousia. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിന്റെ ഒരു സമ്മറി പെട്ടെന്ന് പറയാം. I'll tell you a short summary of last week's lesson. ഓൾഡ് ടെസ്റ്റ്മെന്റിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ, if we travel through the Old Testament, ഈ ട്രിനിറ്റി എന്ന ആ ദൈവിക വെളിപ്പാട് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് കഴിയത്തില്ല. We are unable to understand the Trinity in the Old Testament. അവിടെ നമുക്ക് മനസ്സിലാകുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. യഹോവ ഏകൻ തന്നെ, യഹോവ ഏകൻ തന്നെ. Last week you remember the words that we took, the God is one God. Hear, O Israel, the Lord is our God, the Lord is one. അത് ഇസ്രായേലിന്റെ ഷേമ പാസേജ് ആണ് എന്ന് പറഞ്ഞാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. You remember I taught you about Israel Shema passage, that is, hear, O Israel, and there is only one God. Deuteronomy chapter 6 verse 4 ലാണ് ആ വാക്യം. Deuteronomy chapter 6 verse 4 is that verse. അവിടെ എല്ലാം ആ Deuteronomy 6-നകത്ത് അതുപോലെ 10 കൽപ്പനയിലെ ഫസ്റ്റ് കമാൻഡ്മെന്റ് എന്നുള്ളത് അതെല്ലാം one God, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല എന്നാണ് പറയുന്നത്. Deuteronomy chapter 6 and also the 10 commandments all bring us to a focus point that there is only one God and no other God. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മോശ ഇസ്രായേലിനെ പഠിപ്പിച്ചത് ദൈവം ഏകൻ തന്നെ, ദൈവം ഒന്ന്, ഒരാള്, ഒറ്റ ബീയിങ് ആണ് എന്നാണ് മോശ പഠിപ്പിച്ചത്. Moses taught the children of Israel in the Old Testament that God is only one God and he's the only being. ആ ദൈവത്തിന്റെ ആ ഏകത്വം അല്ലെങ്കിൽ ആ വൺ ഗോഡ് എന്നുള്ള കൺസെപ്റ്റ് ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40 അപ് ടു ചാപ്റ്റർ 48 ആ 9 അധ്യായത്തിലെ നിരവധി റെഫറൻസ് നമ്മൾ വായിച്ചു. Last week we referred back to Isaiah from the chapter 40 to 48 to see that there is only one God. Several references I gave you last week. നിങ്ങൾ ഓർക്കുന്നോ, നമ്മൾ ആ 9 ചാപ്റ്ററിന് ഒരു പേര് കൊടുത്തായിരുന്നു, ഓർക്കുന്നുണ്ടോ എനിവൺ? Do you remember the name we gave those 9 chapters? വ്യാജ ദൈവങ്ങളുടെ വിചാരണ, ട്രയൽ ഓഫ് ദ ഫോൾസ് ഗോഡ്. It will be given the heading as trial of the false gods for those chapters. വ്യാജ ദൈവങ്ങളെ ദൈവം തന്നെ വിചാരണ നടത്തുകയാണ് ഐശയാവിനകത്ത്. In Isaiah we see that God judges the false gods. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു അസൈൻമെന്റ് ആയിട്ട് ആ 9 ചാപ്റ്റർ വായിക്കണമെന്ന്. I gave you an assignment to read the 9 chapters. അവിടെ യഹോവയാം ദൈവം ബാബിലോണിലെ ട്രൈബൽ ഗോഡിനെ ഒക്കെ വാസ്തവത്തിൽ മോക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. God mocks the tribal gods of Babylon in those chapters. ഈ ജെറമയ ചാപ്റ്റർ 10 and 11 അകത്ത് വളരെ സ്പെസിഫൈ ചെയ്ത ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. In Jeremiah chapter 10 and verse 11 it specifies very clearly about that. ബാബിലോണിലെ ദൈവങ്ങളെ യഹോവയാം ദൈവം വാസ്തവത്തിൽ നിങ്ങൾ വെറും ഐഡൽസ് ആണ്, നിങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ല എന്നും യഹോവ ഏകൻ തന്നെ, ദൈവം ഏകൻ തന്നെ എന്ന് കൃത്യമായിട്ട് അവിടെ ആ വാക്യങ്ങളിലെല്ലാം പറയുകയാണ്. In Jeremiah chapter 10 and 11 we see that God tells that
the other gods, mocks at the Babylonian gods and tells them that they are idols and that there's only one true God, that is Jehovah. ഈ യാഹുവെ പറ്റി ഓൾഡ് ടെസ്റ്റ്മെന്റ് പറയുന്നത് ഗോഡ് ഈസ് സ്പിരിറ്റ് എന്നാണ്. In the Old Testament about Yahweh, the scripture says that he is spirit. അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റിലും പറയുന്നത് ദൈവം ആത്മാവാകുന്നു എന്നാണ്. In the New Testament, we see that God is spirit. ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം he is omnipresent എന്നാണ്. When omnipresent. we say God is spirit, that means he is omnipresent. omnipresent എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം ദൈവത്തെ വിളിക്കാനായിട്ട് ആളുണ്ടോ അവിടെ എല്ലാം ദൈവമുണ്ട്. അതാണ് ഗോഡ് ഈസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം. When we say God is spirit and God is omnipresent, that means wherever people are there to call upon God, God is there. എന്നാൽ ഈ ട്രൈബൽ ഗോഡുകളെ പറ്റി പഠിച്ചാൽ ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ ദൈവമാണ്, ഓരോ പേഴ്സൺ ഓരോ ദൈവമാണ്. യാഹുവേ പറയുകയാണ് ഐ ആം ദ ഗോഡ് ഓഫ് യൂണിവേഴ്സ്. അതാണ് മോണോതീസം. Monotheism means the God is only God, and God is Yahweh is saying that I am the God of the universe. He's the only God, and all other gods are idols. ഈ ദൈവത്തിന്റെ പ്രത്യേകത ടൈമിനും സ്പേസിനും മുകളിലാണ്. He is above time and space. God. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? Psalm 90 verse 1. Psalm 90 verse 1. Psalm 90 verse 1. Yeah. Before the mountain. നിങ്ങൾ ആ വാക്യം കണ്ടോ? വേഴ്സ് 2, the second part of verse 2. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. You are ഫ്രം everlasting. എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു ആ ഒരു വാക്കിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. We are unable to define the word from everlasting to everlasting. കാരണം നമുക്ക് ഒരു പാസ്റ്റ് ഉണ്ട്, We have a past, നമുക്കൊരു പ്രസന്റ് ഉണ്ട്, we have a present, നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. we have a future. പക്ഷേ ദൈവത്തെ പറ്റി പറയുമ്പോൾ നോക്കിക്കേ, നമ്മൾ ഇല്ലാതിരുന്നതിന് മുമ്പേ ഉണ്ട്. ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. അതിനെ ഡിഫൈൻ ചെയ്യാൻ തന്നെ ഹ്യൂമൻ ലാംഗ്വേജ് പരിമിതമാണ്. We do not have, we are confined in human language to describe, because God was from everlasting to everlasting. Means Yeah. He is. Psalm 102 verse 25 to 27 വായിച്ചാൽ, 102 verse 25 to 27 വായിച്ചാൽ ഇത് ഓൾമോസ്റ്റ് ഇതേ അർത്ഥം വരുന്ന വാക്യം അവിടെ കാണാം. 102-ാം സങ്കീർത്തനത്തിന്റെ 25ഉം 27ഉം പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും, നീയോ അനന്യനാകുന്നു. കണ്ടോ വാക്യം? ഹീ ഈസ് ഇറ്റേണൽ ഗോഡ് എന്ന് പറഞ്ഞാൽ സമയത്തിനും കാലത്തിനും അധീനനായ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. We read about God who is everlasting. He's above time and space. If you see Psalms 102 verse 25 through 27, it says, in the beginning you laid the foundations of the earth, and the heavens are the work of your hands. They will perish, but you remain. They will all wear out like garment, like clothing you will change them, and they will be discarded, but you remain the same. So God remains the same throughout. God created the time, but he is not limited to it. God created time, but he's not limited to it. സമയത്തിന് വെളിയിൽ He is outside the time. നിങ്ങൾക്ക് ആ വാക്കുകൾ മനസ്സിലാവുന്നുണ്ടോ? I ഞാൻ ഈ hope പറഞ്ഞു you- വരുന്നത്, അന്ന് ഒത്തിരി ട്രൈബൽ ഗോഡ്സ് ഉണ്ടായിരുന്നു. In those days, there were a lot of tribal gods. ആ ട്രൈബൽ ഗോഡ്സിനെയൊക്കെ തിരുവെഴുത്തിൽ യഹോവ തന്നെ മോക്ക് ചെയ്യുന്നുണ്ട്. God himself mocks these tribal gods. അവരെ കൃത്യമായിട്ട് മോക്ക് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41 ഒന്ന് വന്നേ, അവിടെ ഒരു പ്രയോഗമുണ്ട്. 41. If you come to Isaiah chapter 41, അതിന് 22 മുതൽ 24 വരെയുള്ള വാക്യം വായിച്ചാൽ, to verses 22 through 24, tell us, you idols,
what is going to happen. Tell us what the former things were, so that we may consider them and know their final outcomes, or declare to us the things to come. Tell us what the future holds, so we may know that you are God's. Do something, whether good or bad, so that we will be dismayed and filled with fear. But you are less than nothing, and your works are utterly worthless. Whoever chooses you is detestable. നിങ്ങൾ ആ വാക്യം കണ്ടോ? ട്രൈബൽ ഗോഡിനോട് ദൈവം പറയുക, നിങ്ങൾ ഈ വരാനുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. God is telling the tribal gods or idols, you tell what is going to happen. കഴിഞ്ഞ കാലം എന്നാണെന്നൊന്ന് പറഞ്ഞേ. Tell what happened in the past. എന്താണ് അതിന്റെ അർത്ഥം? That means, what is the meaning of that? വാസ്തവത്തിൽ ആ ദൈവങ്ങളൊന്നും ദൈവമല്ല എന്ന് പറയാനും യഹോവയാണ്, ഹീസ് ദ ഗോഡ് ഓഫ് യൂണിവേഴ്സ് എന്ന് പറയാനായിട്ട് വളരെ കൃത്യമായി ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം മുതൽ 48-ാം അധ്യായം വരെ വായിച്ചാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ് യൂണിവേഴ്സൽ ആയിട്ടുള്ള സകലത്തിന്റെ ഉടയവൻ എന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. The scripture is very clearly proving to us from Isaiah 40 to 49 that our God is the only true God and all the other idols are not gods. ഇത് തന്നെയാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മൾ വായിക്കുന്നത്. This is what we read even in the New Testament. ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്കറിയാം. ആക്സ് 17 നമ്മൾ വായിച്ചിരുന്നു, സകലത്തിന്റെ മേലും സകല യൂണിവേഴ്സിന്റെയും ദൈവമാണ് എന്നാണ് നമ്മളോട് വായിക്കുന്നത്. In Acts chapter 17 we read last week that he is the God of the universe. റോമലേഖനം 1-ാം അധ്യായത്തിനകത്തും ആ വൺ ഗോഡ് കൺസെപ്റ്റ് നമുക്ക് കാണാം. In Romans chapter 1 we see the one God concept. വൺ ഗോഡ്, ആ മോണോതീസം കാണാം. We can see the monotheism. ഹീബ്രൂസ് 11:5 മോണോതീസം കാണാം. In Hebrews 11:5 we see the monotheism. 1 Corinthians 8:3 മോണോതീസം കാണാം. For 1 Corinthians 8 chapter 8 verse 3 we can see monotheism. ഇനിയും നിങ്ങൾ മാർക്ക് ചാപ്റ്റർ 12:29 ഒന്ന് നോക്കിയേ. മാർക്ക് 12:29. Turn to Mark 12:29 and you can read. നമുക്കറിയാവുന്ന വാക്യമാണ്. കേട്ടോ നിങ്ങൾ വാക്യം? യേശു പറയുകയാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ Jesus saying only one God, there only is one only God. one God. ഇത് ഏത് വാക്യത്തിന്റെ കോട്ടാണ്? ഡ്യൂട്ടോണമി 6:4 തന്നെയാണ് യേശു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മോശ പറഞ്ഞു only one God, monotheism. Moses proclaimed that it's only one God. ജീസസ് പറഞ്ഞു only one God. Jesus also proclaimed that there is only one God. ഇനി ജെയിംസ് 2:19 ഒന്ന് നോക്കിയേ. ജെയിംസ് 2:19. James 2:19. You believe that there is one God. Yeah, there is one God. There is only one God. ഒന്ന് കണ്ടിന്യൂ ചെയ്തേ. മതി, നിങ്ങൾ കേട്ടോ? ഡീമനും പറയുകയാണ് only one God. Even the demons are saying that there is only one God. ഇനി നിങ്ങൾ എന്നെ നോക്കിയേ. അങ്ങനെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ അകത്ത് വൺ ബീയിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. That means in our definition, you remember I said one being. That means this is the meaning of that one being, one God. ഈ ദൈവമാണ് യഹൂദന്മാരും ക്രിസ്ത്യാനികളും വിളിക്കുന്ന ദൈവം. This is the God that both Jews and the Christians call upon. മോശ പഠിപ്പിച്ചു only one God. Moses taught there's only one God. ജീസസ് പറഞ്ഞു only one God. Jesus also taught the same thing. പിശാചുകളും വിശ്വസിക്കുകയാണ് only one God. Even demon believes that there is only one God. ഒരാൾ പറഞ്ഞു നമുക്കില്ലാത്തൊരു സ്വഭാവം പിശാചിനുണ്ട്, അതുങ്ങൾ വിശ്വസിക്കുക ഇങ്ങനെ വിറയ്ക്കുകയും ചെയ്യുന്നു. Somebody said the demons believe and they shudder also. അവിടെ ട്രംബിൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. Tremble or shudder. നമുക്ക് രണ്ടാമത്തത് ഇല്ലെങ്കിൽ ഒന്നാമത്തത് ഉണ്ടല്ലോ അല്ലേ? At least we know this. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ബൈബിൾ പറയുന്ന ദൈവം മൂന്ന് ദൈവമാണോ അതോ മോണോതീസം ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? If somebody asks you, the Bible says, is there one God or is there three gods? What will be your answer be? Only one God, one being, one usia,
ഹോമോസിയോസ്, അതായിരിക്കണം നമ്മുടെ ആൻസർ. The answer you will give is there is only one God, a one being, that is homoousios. ഹോമോസിയോസ്, Homoousios. ആ വൺ ബീയിങ് എന്താണെന്ന് ഞാനൊന്ന് പറയാം. I'm going to tell you what that one being is. നിങ്ങൾ ആ ഉസ്സിയ എന്ന വാക്ക് ഓർക്കുന്നല്ലോ. You remember the word usia? ഉസ്സിയ എന്ന് പറഞ്ഞാലാണ് ഉസ്സിയ, എസൻഷ്യ. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ആ കാര്യം പറഞ്ഞു I തന്നായിരുന്നു. told that in the first class. ഉസ്സിയ എന്ന് പറഞ്ഞാല് സബ്സ്റ്റൻസ്, Usia means a substance, അല്ലെങ്കിൽ ആ ആട്രിബ്യൂട്ട്സ്. the attribute or attribute. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഒംനിപൊട്ടന്റ്, The attributes of God are He's omnipotent, ഒംനീഷ്യന്റ്, ഒംനിപ്രസൻസ്. omniscient and omnipresent. അതാണ് ആ ഉസ്സിയ എന്ന് പറഞ്ഞാൽ അർത്ഥം. That's what the word usia means. ഈ അല്പം ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. It's little difficult to understand, but when I teach you, you will understand നമ്മൾ better. ട്രിനിറ്റിയിലേക്ക് വന്നിട്ടില്ല. We haven't reached Trinity yet. നമ്മൾ ആ ഹോമോസിയോസ് ആണ് പറയുന്നത്. We are talking about homoousios. അങ്ങനെങ്കിൽ ഈ ഹോമോസിയോസിനെ ഞാൻ പറഞ്ഞില്ല, ഈ വാക്ക് ആദ്യം പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് മറ്റൊരു നിലയിൽ പറഞ്ഞിരുന്നു, 4ാം നൂറ്റാണ്ടിൽ ആദ്യം ഇത് ട്രിനിറ്റി തെളിയിക്കാനായിട്ട് ഉപയോഗിച്ചത് ബേസിൽ എന്ന് പറയുന്ന ബിഷപ്പായിരുന്നു. Basil is the one who first used this word homoousios to prove Trinity in the 4th century. ഈ വാക്ക് ഉപയോഗിച്ചു. He used this word term. ആ വാക്ക് തിരുവെഴുത്തിനകത്തില്ല, പക്ഷെ ആ ഡോക്ട്രിൻ തെളിയിക്കാനായിട്ട് ആ വാക്ക് എടുത്തു. The word homoousios is not in the scriptures, but he used that word to prove the Trinity. നിങ്ങൾ ആ 3 കപ്പദോക്യൻ തിയോളജിയൻസിന്റെ പേര് ഓർക്കുന്നുണ്ടോ? You remember the 3 Cappadocian fathers? ഫാദേഴ്സ് നെയിം? The 3, Gregory of Basil, നിസിയാൻസൻ, ബേസിൽ ഓഫ് കൈസരിയ ഓർ ബേസിൽ ഓഫ് ഗ്രേറ്റ്. ഇതിനകത്ത് 2 പേര് ബ്രദേഴ്സ് ആയിരുന്നു കേട്ടോ. 2 പേര് ആരൊക്കെയായിരുന്നു? ബേസിലും നിസായിലെ ഗ്രിഗറി. ഓക്കെ, ഇനിയും ആ കപ്പദോക്യൻ ഫാദേഴ്സിൽ ഗ്രിഗറി ഓഫ് നിസിയാൻസസ്, ഹി വാസ് എ ഗ്രേറ്റ് തിയോളജിയൻ എന്നാണ് വിളിക്കുന്നത്. The Gregory of Nicaeans was called the great theologian. അദ്ദേഹം ഈ ഉസ്സിയ എന്താണെന്ന് തെളിയിക്കാനായിട്ട് സ്ക്രിപ്ചറിൽ നിന്ന് ഒരു ഉദാഹരണത്തിന് ഒരു വാക്യം എടുത്തു. To prove the word usia, the Gregory of Nicaeans, he used from scripture a term or a word to prove that word usia. ഗ്രിഗറി ഓഫ് നിസിയാൻസൻ ഒരു വാക്യം എടുത്തു. He took a verse from the scriptures. അദ്ദേഹം എടുത്ത വാക്യം ട്രിനിറ്റിയായിട്ട് യാതൊരു ബന്ധമല്ല. എന്നാൽ ബൈബിളിന് പുറത്തു നിന്ന് ഒരിക്കലും എക്സാമ്പിൾ ദൈവത്തിന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്ക്രിപ്ചറിൽ നിന്ന് ഒരു എക്സാമ്പിൾ എടുത്തു. He took the the example from the scriptures, because you cannot give examples out of the scripture to prove the word usios. എന്നിട്ട് ഉസ്സിയ എന്താണെന്നും അതിന്റെ സബ്സ്റ്റൻസ് എന്താണെന്നും ഗ്രിഗറി ഓഫ് നിസിയാൻസൻസ് ആ വാക്യത്തിലൂടെ വിവരിച്ചു 4ാം നൂറ്റാണ്ടിൽ. Gregory of Nicaeans, he described what the word homoousios is through the scriptures. അദ്ദേഹം എടുത്ത ആ വാക്യം ഇവിടാണ്. Song of Solomon, chapter 1, verse 3. Turn with me to that chapter, please. Song of Solomon, chapter 1, verse 3. Can you open, everyone, please? 1 verse 3. വായിക്കാമോ ആരെങ്കിലും? Pleasing is the fragrance of your perfumes. Your name is like perfume poured out. No wonder the young women love you. മതി. നിങ്ങൾ ആ വാക്യം കണ്ടോ? നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. വാക്യം കണ്ടല്ലോ. അവിടെ ദൈവത്തിന്റെ ഉസ്സിയ, ദൈവത്തിന്റെ നേച്ചർ, ദൈവത്തിന്റെ ബീയിങ് പറയാനായിട്ട് ഗ്രിഗറി ഓഫ് നിസിയാൻസൻ ഈ വാക്യം എടുത്തു. Gregory of Nicaeans used this verse to show the attribute, the nature of God. ഇതെല്ലാം സിനോണിമാണ്. നേച്ചർ, ബീയിങ്, മോണോത്തീസം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ്, ഇതെല്ലാം ആ ഒരു വാക്ക്. നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് ലിമിറ്റഡ് ആണ്, ഇത്രയും പദമേ പറയാൻ പറ്റത്തുള്ളൂ.
Our human language is limited, but there is multiple words. All these mean the same thing, the homoousios. To bring that out, he used this verse. നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കിയാൽ അദ്ദേഹം ആ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഒരു സം ആൻഡ് സബ്സ്റ്റൻസ് ഞാൻ പറയാം. I'm going to tell you the message of what he preached that day. അവിടെ നിങ്ങൾ ആ വേഴ്സ് 3-കകത്ത് കണ്ടല്ലോ, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. Yeah, pleasing is the fragrance of your perfume. Your name is like perfume poured out. പെർഫ്യൂം poured out എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെർഫ്യൂം അടിച്ച സ്പ്രേ, ഉപയോഗിച്ച സ്പ്രേ എന്ന് വ്യാഖ്യാനിക്കാം. You can say that it's like a perfume that you use. നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ പെർഫ്യൂം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മണത്തിൽ നിന്ന് തന്നെ പെർഫ്യൂമിന്റെ ഗുണം അറിയാം. When you use a perfume, from the smell of it itself, you know how good that, from the fragrance of it, you know how good the perfume is. അല്ലെങ്കിൽ സുഗന്ധം കൊണ്ട് തൈലം എന്താണെന്ന് അറിയാം. By the fragrance of it, you know what that ointment is. Perfume. പെർഫ്യൂം എന്താണെന്ന് by the fragrance of it. അതിന്റെ മണം കൊണ്ട് അറിയാനായിട്ട് കഴിയും. You will know this by the fragrance of it, what the perfume is. എന്നിട്ട് അദ്ദേഹം ഗ്രിഗറി ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, ഇതുപോലെ ദൈവത്തിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ആ നേച്ചർ നോക്കിയാൽ അറിയാം. So Gregory used this verse to say that you will know the nature of God when you know this fragrance of the fragrance. When you smell the fragrance. ഇച്ചിരി ലളിതമാക്കാം. ഞാൻ കൺഫ്യൂസ്ഡ് ആക്കുകയാണോ ക്ലിയർ ആക്കുകയാണോ? Am I confusing you? ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഈ തൈലം എന്താണെന്ന് മനസ്സിലാക്കാൻ അതിന്റെ മണം മതി. By the smell or by the fragrance of a substance, you know what the perfume is. എന്നതുപോലെ like that, ദൈവത്തിന്റെ നേച്ചർ മനസ്സിലാക്കാൻ, to know the nature of God, ആ വെളിപ്പെട്ട ദൈവത്തെ കണ്ടാൽ മതി. It is sufficient enough to see that God who was visible to you. ഒന്നുകൂടെ പറയാം. ഇപ്പം അദ്ദേഹം എടുത്തത് ഉസിയ എന്ന് പറഞ്ഞാൽ ആ തൈലമാണ്. Usia is that fragrance. എന്നാൽ അതിൻ്റെ നമ്മൾ ആ സ്പ്രേ അടിക്കുമല്ലോ, ആ അടിക്കുന്ന സ്പ്രേയിലാണ് ആ ഉസിയായിൽ എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. When, for example, when we spray, from the fragrance of it, we know what is in the smell of, or what is in that fragrance. ഒന്നുകൂടെ പറഞ്ഞാൽ, തൈലത്തിന്റെ ഫ്രാഗ്രൻസിലൂടെ തൈലത്തിന്റെ എസൻസ് മനസ്സിലാക്കാനായിട്ട് കഴിയും. From the fragrance of that, you know the content or the essence of what is in that fragrance. ഇതുപോലെ ദൈവത്തിന്റെ സ്വഭാവം തിരുവെഴുത്തിൽ യേശുവിലൂടെ നമ്മൾ കണ്ടാൽ ആ ഉസിയായിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. When we saw the character in Jesus, we know what all is present in Usia, because that was reflected in Jesus. ഏകദേശം കിട്ടിയോ? I hope you all got it. എനിക്ക് അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല, അതാണ് പ്രശ്നം. Jesus, വെരി എസൻസ് ആണ് തൈലം. the essence is the perfume. എന്നാൽ അത് ആ പെർഫ്യൂമിന്റെ ഗുണം അറിയണമെങ്കിൽ അത് അടിച്ച് അതിന്റെ മണം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് കഴിയും. By spraying that any perfume, you know what by the fragrance of it, you know what the content of it is. അതുകൊണ്ടാണ് യേശുവിനെ നോക്കി കഴിയുമ്പോൾ, യേശുവിന്റെ ആട്രിബ്യൂട്ട്സ് കണ്ടു കഴിയുമ്പോൾ ദൈവത്തിന്റെ ഉസിയ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. He proved that if you look at Jesus, you are able to understand the character and the attribute of God. അതാണ് അന്നേരം ആ ഉസിയ എന്ന കാര്യം മറക്കരുത്. ആ ദൈവത്തിന്റെ നേച്ചർ, ബീയിങ്. Usia means the nature, the being of God. അത്രയും കിട്ടിയല്ലോ, അത്രയും. ഇനിയും നമ്മൾ ആ മോണോത്തീസം ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും ഉണ്ട്. ഇനിയും നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അടുത്തൊരു ഹെഡിങ് ട്രിനിറ്റി
ട്രിനിറ്റേറിയൻ മോണോത്തീസം. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ട്രിനിറ്റേറിയൻ മോണോത്തീസം. Next is Trinitarian monotheism. ഈ ട്രിനിറ്റേറിയൻ മോണോത്തീസം എന്നുള്ള വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. You shouldn't forget Trinitarian monotheism. കാരണം അതിനൊരു ഓപ്പോസിറ്റ് ടീച്ചിങ് ഉണ്ട്. യൂണിറ്റേറിയൻ മോണോത്തീസം എന്നൊരു പഠിപ്പിക്കലുണ്ട്. There is another opposite teaching called Unitarian monotheism. ഈ യൂണിറ്റേറിയൻ മോണോത്തീസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്ന മോഡലിസം. Do you remember modulism? In the beginning, we studied the first class. ഒരു വ്യക്തി പല മാസ്ക് ധരിച്ചു വരുന്നു. One person wearing different masks. മൂന്ന് വ്യക്തികൾ ഒരേ സമയത്തില്ല. There's three people are not present at the same time. ജീസസ് ഉള്ളപ്പോൾ ജീസസ് മാത്രമേ ഉള്ളൂ. When Jesus was there, only Jesus is there. ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. The Holy Spirit, when the Holy Spirit comes, only Holy Spirit is there. അവർ പറയുന്നത് one being and three modes. They're saying it's one being but three modes of that. അതാണ് യൂണിറ്റേറിയൻ മോണോത്തീസം. അതല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. That is called Unitarian monotheism, but that is not what the scripture is teaching. എന്നാൽ സ്ക്രിപ്ചർ പഠിപ്പിക്കുന്നത് ട്രിനിറ്റേറിയൻ മോണോത്തീസം. So what the scripture teaches is Trinitarian monotheism. എന്ന് പറഞ്ഞാൽ ത്രീ ബീയിങ് ഇല്ല, വൺ ബീയിങ്ങേ ഉള്ളൂ. There is no three beings, but there is only one being. എന്നാൽ ആ വൺ ബീയിങ് പൂർണ്ണമായിട്ട് അടങ്ങിയ മൂന്ന് വ്യക്തികളെ കാണാം. That one being has three being in it. പറയാം. അയ്യോ തെറ്റിപ്പോയി. എന്നെ ഒന്ന് നോക്കി എല്ലാവരും കൂടെ. സൂമിലുള്ളവരും എന്നെ കേൾക്കുന്നല്ലോ അല്ലേ? ട്രിനിറ്റി അല്ലേ പഠിക്കുന്നത്, ഇച്ചിരി പാടാ. വൺ ബീയിങ് ആണ് ആ മോണോത്തീസം. Monotheism means one being. ആ വൺ ബീയിങ്ങിൽ ത്രീ പേഴ്സൺ ഉണ്ട്. In that one being, there are three persons. ആ ത്രീ പേഴ്സന്റെ പേര് ജീസസ് എന്നാണ്, ഫാദർ എന്നാണ്, ഹോളി സ്പിരിറ്റ് എന്നാണ്. The three persons' name is Jesus, Father, and Holy Spirit. മൂന്ന് ദൈവങ്ങളില്ല. There's no three gods, ത്രീ പേഴ്സൺസ് ആണ്. three persons. എന്നാൽ വൺ ഉസിയായേ ഉള്ളൂ. But there is only one Usia. ഈ വൺ ഉസിയ ജീസസിലും ഫാദറിലും ഹോളി സ്പിരിറ്റിലും പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് കാണാം. The one Usia is present in the Father, Son, Jesus, and the Holy Spirit. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. I'll teach you with an example. അത് പിന്നാലെ ഞാൻ വിശദമാക്കി പറയാം. ഇപ്പോൾ അത് പെട്ടെന്ന് അത് മാത്രം പറയാം. I'll just give you an example. നമ്മൾ വായിക്കുന്നുണ്ട്, ഫാദർ ഗോഡ് നമ്മളെ സ്നേഹിച്ച് ഏകജാതനെ നൽകി, പുത്രനെ നൽകി. Yeah, we know that Father God loved us, so He gave His only begotten Son. You know that verse, right? You know നമുക്ക് ആ the വാക്യം verse. അറിയാം. ജീസസ് പറഞ്ഞു, ഞാൻ സ്നേഹിച്ച് എന്റെ ജീവനെ അവർക്ക് വേണ്ടി നൽകി. Jesus said, I love them and I'm giving my life up for them. ഹോളി സ്പിരിറ്റ് പറഞ്ഞ എന്താ? ഹോളി സ്പിരിറ്റിനെ പറ്റി, ഹോളി സ്പിരിറ്റിനാൽ ദൈവ സ്നേഹം നമ്മിൽ പകർന്നിരിക്കുന്നു. But through Holy Spirit, we receive that love of God. അവിടെ മൂന്ന് സ്നേഹമില്ല, ഒരു സ്നേഹമേ ഉള്ളൂ, പക്ഷെ മൂന്ന് വ്യക്തികളുണ്ട്. There is only one love, but there's three people. മനസ്സിലായി ഞാൻ പറഞ്ഞത്? Did you understand? ഇപ്പം ഞാൻ സാറായെ സ്നേഹിക്കുന്നു, ബ്ലസ്സി സാറായെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങൾ സാറായെ സ്നേഹിക്കുന്നു. പക്ഷെ അത് ഒരു സ്നേഹമല്ല, മൂന്ന് സ്നേഹമാണ്. പിടികിട്ടിയോ? When for example, if Blessy loves Sarah and Pastor loves Sarah and grandparents love Sarah, that is not one love, that is three people loving Sarah. അത് ത്രീ ലവ് ആണ്. Three love. എന്നാൽ പിതാവ് പുത്രനെ നൽകി സ്നേഹിച്ചു, പുത്രൻ സ്നേഹിച്ച് ജീവനെ തന്നു, ഹോളി സ്പിരിറ്റിനെ സ്നേഹം നമ്മിൽ പകർന്നിരിക്കുന്നത് പറഞ്ഞാൽ മൂന്ന് സ്നേഹമല്ല, ഒരു സ്നേഹം, ത്രീ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ സ്നേഹമാണ് ഉസിയ. That love is Usia. That means it's one love. That is God the Father loved and gave us His Son. The Son gave His life up for us. That is also love, but all one love. And the Holy Spirit gave us that understanding of that love. മൂന്ന് സ്നേഹമില്ല, ഒരു സ്നേഹം. So it's only one love. അത്രയും കിട്ടിയോ? ഒരു എക്സാമ്പിളോടെ പറയാം. I'll give you one more example. ജീസസിനെ ഫാദർ ഉയർപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട്. We read that Jesus was raised up by the Father. വായിക്കുന്നുണ്ട്. യേശു തന്നെ മരണത്തിൽ നിന്ന് എഴുന്നേറ്റു എന്ന് വായിക്കുന്നുണ്ട്. We read that Jesus was raised up from the dead. കർത്താവല്ലേ പറഞ്ഞേ,
ഈ ഈ ഈ മന്ദിരം പൊളിപ്പിൻ 3 നാളുകൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്യും? പണിയും. Jesus said, but bring down this temple and in 3 days I will build it. ഞാൻ തന്നെ പണിയും. I will build it. ഫാദർ ഉയർപ്പിക്കും. The Father will raise him. ഹോളി സ്പിരിറ്റ് ഉയർപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട്. We also read that the Holy Spirit raised him up. അങ്ങനെങ്കിൽ ഒരു പവറേ ഉള്ളൂ. So that means that it's only one power. 3 പേഴ്സൺ ഉണ്ട്. 3 persons, but one power. ഇപ്പൊ പിടികിട്ടിയോ? One One love, Usia, one Usia. 3 person, they were co-equal and co-eternal. They are co-equal. There's only one God, one love, one person, one power. But everything is one, and they're co-equal and co-eternal. ഏകദേശം മനസ്സിലായി. ഏകദേശം ഇൻട്രൊഡക്ഷൻ കിട്ടിയോ? Did you get the introduction? Any doubt? You can ask. Any doubt? നമ്മൾ ഇതാണ് വിശദീകരിക്കാനായിട്ട് പോകുന്നത്. You're going to explain now, pound on this more. എപ്പോഴും ഓർത്തോണം, വൺ ഗോഡ് ആണുള്ളത്. ആ ദൈവത്തിന് ഒരധികാരമേ ഉള്ളൂ, ഒരു സ്നേഹമേ ഉള്ളൂ, ഒരു അതോറിറ്റിയേ ഉള്ളൂ. അത് സർവശക്തിയാണ്, സർവാധികാരമാണ്. പക്ഷേ 3 പേഴ്സണും അത് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാം. We can see that there's only one God, one Usia, one love, one power, one authority, and they function as one. എനിക്ക് ഒരു സങ്കടം ഏകദേശം മനസ്സിലായ ഒരുവിധം. എവരിവൺ ഗോട്ട് ഇറ്റ്? ഒരാൾ നമ്മളോട് ചോദിക്കുക, ക്രിസ്ത്യാനിയുടെ ദൈവം 3 ദൈവമല്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് യുവർ ആൻസർ? One God. വൺ ഗോഡ് എന്ന് പറഞ്ഞു വിട്ടാ പോരാ. യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട്. Your friend will ask you Unitarian monotheism. What is your answer? In the ancient days, Father was there. That same Father came as Jesus. Now he ascended to heaven. ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ആയിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ട്. ദാറ്റ് ഈസ് യൂണിറ്റേറിയൻ മോണോതീസം. ബട്ട് ബൈബിൾ പറയുന്നത് യൂണിറ്റേറിയൻ മോണോതീസം അല്ല, ട്രിനിറ്റേറിയൻ മോണോതീസം. നോട്ട് 3 ബീയിങ്, 1 ബീയിങ്. 3 person. ആ ക്വസ്റ്റ്യന് ആൻസർ പറയാൻ പ്രയാസമാണ്. കാരണം എൻ്റെ സ്ക്രിപ്ചറിൽ നിന്ന് ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ്, ദൈവത്തിന് എന്തിനാണ് 3 വ്യക്തികൾ? ആ നിലയിലാണ് ചോദിച്ചേക്കുന്നത്. അത് അതിൻ്റെ ആൻസർ എന്നുള്ളത് അതിന് കൃത്യമായിട്ട് സ്ക്രിപ്ചറിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ ടോട്ടൽ അർത്ഥത്തിലെടുത്താൽ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ റിഡംഷൻ പ്ലാൻ പൂർത്തീകരിക്കണമെങ്കിൽ ഈ 3 പേഴ്സൺ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. To fulfill the redemption plan of God, these 3 people have to be present. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ആ റിഡംഷൻ പ്രോജക്റ്റ്, For the example for that is our redemption project. ഫാദർ അവിടെ ഒരു സുപ്പീരിയർ റോള് എടുക്കുകയാണ്. The Father is taking a superior role there. ജീസസിനെ അയക്കുകയാണ്. Jesus is being sent. ജീസസ് ഒരു ഫങ്ഷണൽ സബോർഡിനേഷനിലാണ് അവിടെ നിൽക്കുന്നത്. Jesus is coming there as a functional subordinate. അങ്ങനെ നോക്കിയേ, ഫാദർ ഗോഡ് ആണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. Father God planned it. ജീസസ് ആണ് ഇത് ഒബേ ചെയ്യുന്നത്. Jesus obeyed it. ഹോളി സ്പിരിറ്റ് ആണ് ഇത് കൺവിക്ട് ചെയ്യുന്നത്. The Holy Spirit is the one that convicts. അങ്ങനെയെങ്കിൽ ദൈവത്തിന് തന്റെ രക്ഷാപദ്ധതി ഈ നിലയിൽ പൂർത്തീകരിക്കേണ്ടത് കൊണ്ട് തമ്പുരാനിൽ ആ 3 വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. So we can see those, because God has to do the redemption plan. We see these 3 persons in 3 individuals in one God, in one being. അതിൽ കാരണം ഇത് ദൈവത്തിന്റെ കാര്യപരിപാടി ആയതുകൊണ്ട് നമുക്കത് അറിയില്ല. അതാണ് ദൈവം. ആ ദൈവമാണ്. ഞാൻ ഒരു സെന്റൻസ് നിങ്ങളെ ഒന്ന് വായിച്ചേൽപ്പിക്കാം. I'll read a verse. ജെ.സി. റയൽ എന്ന് പറയുന്ന ഒരു തിയോളജിയൻ പറഞ്ഞ, ഇറ്റ് വാസ് ദ ഹോൾ ട്രിനിറ്റി which at the beginning the creation said, let us make man. It was the whole Trinity again at the beginning of the gospel seemed to say, let us save man. ഇതിൽ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ കഴിയത്തില്ല. പിന്നെ ഒത്തിരി വേറെ നിലയിലൊക്കെ ചെറിയ എക്സ്പ്ലനേഷൻ ഉണ്ട്, പക്ഷെ അതൊന്നും കൃത്യമായൊരു എക്സ്പ്ലനേഷൻ അല്ല. അന്നേരം നിങ്ങൾക്ക് ആ 1 ഉസിയ
3 person. ഇനി നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോവാണ്. ഇനി നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിക്കുമ്പോൾ ദൈവത്തിൽ 3 പേഴ്സൺസ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് വാക്യം ഇല്ല. In the Old Testament, we do not see a verse very clearly that states in God there is 3 persons. അങ്ങനെ കാണുന്നേ ഇല്ല. We don't see that. എന്നാൽ ചെറിയ ചെറിയ ഹിന്റുകൾ നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് കഴിയും. But there are small hints that is given in the scriptures. അതിന് വളരെ അധികമുണ്ട്. ഈ ജെനസിസ് 3:22 ഒന്ന് നോക്കിയേ. ജെനസിസ് 3:22. Open to Genesis 3 verse 22. And the Lord God said, the man has now become like one of us. നിങ്ങൾ ആ വാക്യം കണ്ടോ? ലൈക്ക് വൺ ഓഫ് us. നമ്മിലൊരുത്തനെ പോലെ. So the man has now become like one of us. അവിടെ ഒരു പ്ലൂറാലിറ്റി ഇൻ ഗോഡ്ഹെഡ് എന്നൊരു അർത്ഥം വരുന്നുണ്ടോ? The plurality of Godhead is shown there. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് അന്നത്തെ കിങ് ഒക്കെ അങ്ങനെയാ സംസാരിച്ചത്, ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയാറുണ്ട്. Some people say, oh, in those days the kings spoke like that. പക്ഷേ സ്ക്രിപ്ചറിൽ അങ്ങനെ സംസാരിച്ച പ്ലൂറൽ ഫോമിൽ സംസാരിച്ച ഒരു രാജാക്കന്മാരുടെ പേര് പോലും ഇല്ല. In the scriptures we don't see any kings who spoke in plural language. ഇപ്പം നമ്മിലൊരുത്തനെ പോലെ ആ വാക്യം കണ്ടോ? നമ്മിലൊരുത്തനെ പോലെ. Like one of us. അവിടെ ഒരു പ്ലൂറാലിറ്റി ആണ്, പക്ഷേ ഒരു ഹിന്റ് ഉണ്ട്, പക്ഷേ അതിൽ 3 പേഴ്സൺ ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല. There is a hint here, but we do not know there is plurality and hint, but we do not know if there's 3 persons in that. ഈ ജെനസിസ് 11:7 നോക്കിയേ. 11:7. Genesis chapter 11 verse 7. Come, let us go down. Come, let us go down. നമുക്ക് ഇറങ്ങിച്ചെന്ന് ഭാഷ കലക്കിക്കളയാം. അവിടെയും കണ്ടോ ഒരു പ്ലൂറാലിറ്റി. ദൈവത്തിൽ ഏകദൈവത്തെ പ്രസന്റ് മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ബൈബിൾ ബഹുദൈവാരാധനയ്ക്കെതിരാണ്. God is against polytheism or polytheism. പക്ഷെ ബൈബിൾ എഴുതി ആരംഭിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ ഒരു പ്ലൂറാലിറ്റി കാണുകയും ചെയ്യാം. But when the scriptures have been written, we see the plurality there. Plurality in Godhead. Plurality in Godhead. 3:22 അതിന് റെഫറൻസ് ഉണ്ട്. In 3:22 we saw the reference. ഈ 11:7 നമുക്ക് അതിന് റെഫറൻസ് കാണാം. In 11:7 also we see the reference. Isaiah 6:8 ഒന്ന് നോക്കിയേ. Isaiah 6:8. Isaiah, turn to Isaiah chapter 6 verse 8. Also I heard the voice of the Lord saying, whom shall I send, and who will go for us? Whom shall I send? Next വാക്യം. And who will go for us? Who will go for us? വാക്യം കണ്ടോ? Whom shall I send and who will go for us? അവിടെ എല്ലാം നമുക്ക് ട്രിനിറ്റി കൃത്യമായിട്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിൽ ഒരു ബഹുത്വമുള്ളതായിട്ട് നമുക്ക് അവിടെ എല്ലാം കാണാനായിട്ട് കഴിയും. Even though we don't see Trinity there, we see the plurality there in all the scriptures. ഞാൻ കുറച്ച് റെഫറൻസസ് പറയാം. നിങ്ങൾ നോട്ട് ചെയ്ത് വായിച്ചാൽ അവിടെ എല്ലാം ഈ ട്രിനിറ്റിക്ക് ഒരു ഹിന്റ് നമുക്ക് കാണാനായിട്ട് കഴിയും. We can see the hint of Trinity in the scriptures that I'm going to give you. Isaiah 63:7-10. Isaiah 63, 7-10. 48, chapter 48, 12-18. 48, 12-18. 50, Psalm 50 verse 1. Psalm 50 verse 1. Psalm 136 verses 1-4. Psalm 136 verses 1-4. Psalm 110 verses 1. 110 verse 1. അവിടെ എല്ലാം പ്ലൂറാലിറ്റി കാണാം. You can see plurality of God in all these verses. Do you want to say reference again? Okay, Isaiah 63, 7-10. Yeah. Isaiah 48, 12-18. Psalms 50 verse 1. Psalms 136, 1-4.
Psalm 110 verse 1. കിട്ടിയോ? അവിടെ എല്ലാം ഇനിയും ചില വേദപണ്ഡിതന്മാര് ഈ നമ്പർ 6:24-27 അകത്തെ നമ്മുടെ പി സി അബ്രഹാം പാസ്റ്റർ ആശീർവാദത്തിന് പറയാൻ നേരത്ത് പറയുന്ന വാക്യം ട്രിനിറ്റിക്ക് ഒരു സൂചനയായിട്ട് എടുക്കാറുണ്ട്. നമ്പർ 6:24-27. Number 6:24-27. ഒന്ന് വായിച്ചു നോക്കിയ വാക്യം. Can you read that? യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. യഹോവ യഹോവ യഹോവ. You see that the Lord bless you and keep you. The Lord make his face shine on you and be gracious to you. The Lord turn his face toward you and give you peace. The Lord, the Lord. അവിടെ നിന്ന് ആ ട്രിനിറ്റിക്ക് ചില ആളുകൾ എക്സാമ്പിൾ എടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതിനെയൊന്നും ആ നിലയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. We are unable to say the Trinity here very clearly, but some people use that. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം. But one thing we know. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ revelation of God was progressive. In Old Testament, the revelation of God was a progressive revelation. ഒരാളോട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് ട്രിനിറ്റി തെളിയിക്കാവോ എന്ന് ചോദിച്ചാൽ ആരെ കൊണ്ടും പറ്റില്ല. Nobody can prove Trinity in the Old Testament. നിങ്ങളോട് ചോദിക്കുക പഴയ നിയമത്തിൽ നിന്ന് ട്രിനിറ്റി പറയാമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? Are you able to say Trinity in the Old Testament? പക്ഷെ ഒരാൾ ചോദിക്കുക എന്തെങ്കിലും ഗോഡ് ഹെഡിലെ പ്ലൂറാലിറ്റിക്ക് ഹിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. Are you able to say that the hints that are there in Godhead? പറയാൻ പറ്റത്തില്ലേ? ഈ വാക്യങ്ങൾക്കകത്തെല്ലാം ഒരു ബഹുത്വം ഏകത്വത്തിൽ കാണാം. You can see plurality in all these scriptures. പറഞ്ഞതിനകത്തല്ല ഇല്ലയോ? ഞങ്ങൾ അയക്കേണ്ടു, ആർ ഞങ്ങൾക്ക് വേണ്ടി പോകും, നമ്മൾ ഇറങ്ങിച്ചെന്ന്, അങ്ങനെ യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്. അവിടെയെല്ലാം ട്രിനിറ്റിയുടെ ചെറിയ ചെറിയ ആ ഇല്ലൂമിനേഷൻസ് കാണാം. We can see the illuminations of Trinity in the here and there in the scriptures. ഇനി എവിടെയാണ് ട്രിനിറ്റി ദൈവം റിവീൽ ചെയ്തേ? Where did God reveal Trinity? ട്രിനിറ്റി എന്നുള്ള വാക്ക് നിങ്ങൾ കൺകോർഡൻസിൽ പോയി ടീ തപ്പിയ ട്രിനിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ കേട്ടോ ബൈബിളിന്റെ. You cannot find Trinity in the concordance of the Bible. ആരുടെയും കൺകോർഡൻസ് ബൈബിളിൽ ട്രിനിറ്റി കിട്ടുമോ? ഇല്ല. അങ്ങനെ ആരും പോയി തപ്പിയേക്കരുത് കേട്ടോ, അവിടെ ഇല്ല സാധനം. ഓക്കെ, ഇനി പറഞ്ഞ് എവിടെ ട്രിനിറ്റി വെളിപ്പെട്ടെ? Father, Son and Spirit. Baptism. അതിനൊരു ഒറ്റ വൺ സെന്റൻസ് ആൻസർ. ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. ഒരു തിയോളജിയെ പറഞ്ഞു ട്രിനിറ്റി എവിടെയാ വെളിപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു അല്പം തമാശയായിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. A theologian jokingly said a statement. മലാക്കി ബുക്കിനും മാത്യുവിനും ഇടയ്ക്ക് ഒരു ചെറിയ പേജ് ഉണ്ടല്ലേ എല്ലാവർക്കും ഉണ്ടല്ലോ? Between Malachi ഒരു ബ്ലാങ്ക് പേജ് ഇല്ലയോ? Between Malachi and Matthew, there's a blank page in all your Bibles, correct? ആ തിയോളജിയൻ പറഞ്ഞത് അവിടെയാണ് ട്രിനിറ്റി That's where വെളിപ്പെട്ടത്. Trinity was exhibited. കാര്യം അടുത്ത പേജ് മറിക്കുമ്പം തൊട്ട് ആ റെവലേഷൻ ക്ലിയർ ആയിട്ട് കിട്ടുകയാണ്. From Matthew, from the New Testament, beginning of the scripture, Matthew, we see the revelation of the Trinity there. തിയോളജിക്കൽ ആൻസർ പറയാതെ എവിടെയെങ്കിലും ഇതൊന്ന് പറയാനായിട്ട് കിട്ടിയാൽ അവിടെയാ വെളിപ്പെട്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. If you don't have answers, that you can say between Malachi and Matthew's when Trinity appeared. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Are you with me? ഇപ്പൊ മോണോത്തീസം എന്നാന്ന് പഠിച്ചില്ല ഏകദേശം? Do you know what monotheism is? ആ മോണോത്തീസത്തിൽ ഒരു പ്ലൂറാലിറ്റി ഉണ്ടെന്നുള്ളതിന്റെ ഹിന്റ് ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. There's a hint in the Old Testament in that monotheism there is plurality. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ആ മോണോത്തീസത്തിൽ 3 distinct persons ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. When we come to the New Testaments, we understand that in that monotheism there is 3 distinct persons. ഡിഫറെന്റ് പേഴ്സൺ എന്ന് പറയണ്ട. Don't say different, the 3 distinct persons. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. മലയാളത്തിൽ 3 വ്യതിരക്ത
വ്യക്തികൾ. നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ഒരു പദമല്ല. 3 വ്യത്യസ്ത വ്യക്തികൾ എന്ന് പറയാറില്ല, 3 വ്യതിരക്ത വ്യക്തികൾ എന്നാണ് പറയുന്നത്. We say 3 distinct persons. 3 distinct person. One being, 3 distinct persons. ഈ 3 distinct, 3 divine distinct person എന്ന് നമുക്ക് കാണാം. ഇനിയും ന്യൂ ടെസ്റ്റ്മെന്റിലാണ് ട്രിനിറ്റി റിവീൽ ആകുന്നത്. In New Testament, Trinity gets revealed. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ട്രിനിറ്റി പാർഷ്യലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം റെവലേഷൻ വാസ് പ്രോഗ്രസീവ്. In the Old Testament, Trinity was revealed partially because revelation was progressive. ഹീബ്രു 1:1 എന്ന് വായിച്ചേ, ബുക്ക് ഓഫ് ഹീബ്രൂസ്, ന്യൂ ടെസ്റ്റ്മെന്റിൽ. Hebrew 1:1, God in his sundry times revealed himself through prophets and through. Yeah. Somebody can read that. Can you open everyone Bible, turn to Hebrews chapter 11, 1 verse 1. അവിടെയാണ് ആ റെവലേഷൻ പ്രോഗ്രസ് ആയി കംപ്ലീറ്റ് ആയി എന്ന് വായിക്കുന്നത്. In the past. See, somebody from. Okay, read. One of you read. Yeah, one of you read, please. Continue. നിങ്ങൾ അടുത്ത വാക്ക് കണ്ടോ? അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവായിരുന്ന റെവലേഷൻ പുത്രനായ യേശുവിലൂടെ കംപ്ലീറ്റ് ആകുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. We read in Hebrews 1:1, the revelation that was progressive in the Old Testament is complete through Christ in the New Testament. നിങ്ങൾ ആ വാക്യത്തിൽ നിന്ന് അങ്ങനെ ഒരു ആശയം കിട്ടുന്നുണ്ടോ? Are you getting that thought from that കാരണം scripture? പഴയ നിയമത്തിൽ യഹോവയെ നമ്മൾ വായിക്കുന്നുണ്ട്. In the Old Testament we read word Jehovah, യാഹുവേ എന്ന് വായിക്കുന്നുണ്ട്. Yahweh. മറ്റൊരു ഹീബ്രു വേർഡ് അഡോണായി എന്ന് വായിക്കുന്നുണ്ട്. We read another Hebrew word Adonai. യാഹുവേ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ഗോഡ് ആണ്. Yahweh means name of God. നിങ്ങൾ എവിടെയെങ്കിലും വായിക്കുമ്പോൾ അഡോണായി എന്നൊരു പദം വായിക്കും. You will read the word Adonai. അഡോണായി എന്ന് പറഞ്ഞാൽ ടൈറ്റിലാണ്. Adonai means title. എന്ന് പറഞ്ഞാൽ സോവറിൻ ഗോഡ് എന്നാണ് അതിന്റെ അർത്ഥം. It means a sovereign God. ഉദാഹരണം പറഞ്ഞാൽ ഈ നമ്മുടെ ബൈഡൻ അത് അദ്ദേഹത്തിന്റെ നെയിമാണ്, എന്നാൽ പ്രസിഡന്റ് എന്നത് അദ്ദേഹത്തിന്റെ ടൈറ്റിലാണ്. ഇതുപോലെ യാഹുവേ എന്നത് നെയിമാണ്, അഡോണായി എന്നത് ടൈറ്റിലാണ്. അതാണ് നമ്മള് യഹോവ യാഹുവേ സ്പീക്ക് ടു അഡോണായി അങ്ങനെയൊക്കെ ചില വാക്കുകൾ ആ നിലയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പിന്നാലെ അതെല്ലാം കൊണ്ടുവരാം. So Yahweh means it's the name, and the title is Adonai. Like for example, Pastor said, Biden is his name, but the title he holds is the president of the country, United States. Same way. അത് നിങ്ങൾ എവിടെയെങ്കിലും വായിക്കുമ്പോൾ ആ രണ്ട് പദം വരും, അന്നേരം നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി. When you read Yahweh and Adonai, at that time you will understand that. അത് എവിടെയെങ്കിലും വായന വരുമ്പോൾ ഒരിടത്ത് യാഹുവേ എന്ന് കൊടുത്തേക്കുന്നു, ഒരിടത്ത് അഡോണായി എന്ന് കൊടുത്തേക്കുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ്. That's the difference. Yahweh means God, the name, and the Adonai means the title. ഇനി നമുക്ക് ആ മോണോതീസത്തിലെ 3 പേഴ്സൺ ആരൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ കോ ഈക്വൽ കോ ഇറ്റേണൽ എന്ന പ്രധാന വിഷയത്തിലേക്ക് വരും. So we'll see on that monotheism, the 3 person, we'll look at them, and then we'll come to the term co-equal and co-eternal. മറന്നു പോകരുത്, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഹിന്റ് ഉണ്ട്, പക്ഷേ വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. In the Old Testament there's hints but not revealed. അതുകൊണ്ടാണ് എബ്രായലേഖനം 1:1 പറഞ്ഞേക്കുന്നത്, പുത്രൻ മുഖാന്തരം ഈ കൃപാകാലത്ത് സകലവും വെളിപ്പെട്ടിരിക്കുന്നു. Through Christ, in this time of grace period, everything has been revealed. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ എത്ര വ്യക്തികളെ കാണാം? When we come to the New Testament, how many persons can we see in Christ? In God. നിങ്ങൾ പറഞ്ഞോളൂ, എത്ര വ്യക്തികളെ കാണാം? One being, 3 subsystems. അത്രയും തിയോളജി ഒന്നും പറയണ്ട, സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞേ. Father, Son, Holy Spirit. ഫാദർ, സൺ, Holy Spirit. 2 അല്ല 4 ഇല്ല, ട്രിനിറ്റി കൃത്യമായി വെളിപ്പെടുകയാണ്. 3 പേഴ്സൺ. Trinity is clearly seen in the New Testament as 3 persons.
രണ്ടില്ല, not 2, 4 അല്ല, not 4, 3. but 3. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ ഒരു പ്ലൂറാലിറ്റി കാണാം, പക്ഷെ വെളിപ്പെട്ടിട്ടില്ല. In Old Testament, we see the plurality, but not revealed. ഇനിയും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കർത്താവ് ജനിക്കുകയാണ്. In the New Testament, we see that Jesus is born. ജനിക്കുമ്പോൾ തന്നെ ആ ട്രിനിറ്റിയുടെ വെളിപ്പാടുകൾ പതിയെ പതിയെ വന്നു തുടങ്ങുകയാണ്. When Christ is born, immediately the revelation of the Trinity is starting to be exhibited. നമുക്ക് അങ്ങനെയല്ലേ വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നേ? Isn't that what we read and understand? എന്നാൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. When Jesus started his ministry, ആദ്യം സ്നാനപ്പെടാനായിട്ട് പോവുകയാണ്. the first thing he did was to take baptism. വാസ്തവത്തിൽ നിങ്ങൾ ആ പാസേജ് വായിച്ചാൽ വെരി ക്ലിയർ ആയിട്ട് ട്രയൂണിറ്റി അവിടെയാണ് വെളിപ്പെട്ടു തുടങ്ങുന്നത്. When you first read that passage very carefully, you will see the revealing of triunity there. എന്നാൽ വെളിപ്പാട് പുസ്തകം കംപ്ലീറ്റ് ആകുമ്പോൾ, when the book of Revelation is completed, ട്രിനിറ്റി എന്ന ആ 3 പേഴ്സണിനെ പറ്റി വെരി ക്ലിയർ ആയിട്ട് വെളിപ്പെടുകയാണ്. in the word, the Trinity, the 3 persons of Trinity is being very clearly revealed in Revelation. അങ്ങനെ വെളിപ്പെടുമ്പോൾ ആ 3 പേഴ്സൺസിന്റെ പേരാണ് ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്. When that is revealed, that is the name Father, Son, and the Holy Spirit in 3 persons. ഇതിനകത്ത് പിതാവ് സർവശക്തനാണ്. Father is the Omnipotent. omnipotent. പുത്രനും omnipotent ആണ്. Son is also omnipotent. ഹോളി സ്പിരിറ്റും omnipotent ആണ്. Holy Spirit is also omnipotent. അത് വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ ആ 3 പേഴ്സന്റെ കോഇക്വാലിറ്റി നമുക്ക് കാണാനായിട്ട് കഴിയും. When you read throughout the scriptures until the book of Revelation, you will see the co-equality of the 3 persons. ഫാദറിനെ പറ്റി വായിക്കുന്നത് ഇറ്റേണൽ ഫാദർ എന്നാണ്. When we read about Father, we read about eternal Father. ആ ഫാദർ എന്നുള്ള ടൈറ്റിലൊക്കെ ഈ രക്ഷയുമായിട്ടുള്ള ഇക്കോണമി ട്രിനിറ്റി വരുന്ന കാര്യം, രക്ഷയായിട്ട് വരുന്ന കാര്യമാണ്. Where Trinity comes in relation, Father comes in relation with the salvation. അങ്ങനെയാണ് ഫാദർ എന്ന് വിളിക്കുന്നത്. That's how we call Father. ഫാദർ ഇറ്റേണൽ ആകണമെങ്കിൽ സണ്ണും ഇറ്റേണൽ ആകണ്ട, ഇല്ലെങ്കിൽ ഫാദർ ഇറ്റേണൽ ആകത്തില്ല. If Father is eternal, Son also has to be eternal. ഹീബ്രുവിൽ വായിക്കുന്നത് ഹോളി സ്പിരിറ്റ് ഈസ് ഇറ്റേണൽ സ്പിരിറ്റ് എന്നാണ് വായിക്കുന്നത്. In Hebrews, we read Holy Spirit is eternal Holy Spirit. അങ്ങനെ നോക്കിയേ, co-equal and co-eternal. So we see that term co-equal and co-eternal. Did you get it? ഈ ദൈവത്തെ നമ്മൾ ഹല്ലേലൂയ എന്ന് സൺഡേ പറയുന്നേ. This is the God whom we praise on Sundays. Praise the Lord. Hallelujah. ഈ ട്രിനിറ്റി മനസ്സിലാക്കിയാലേ നമുക്ക് സത്യം പറഞ്ഞ നേരെ ആരാധിക്കാൻ പറ്റുള്ളൂ. Only if you understand Trinity clearly can you worship God in that true. അല്ലെ നമുക്ക് സംശയമായിരിക്കും, ഈ യൂണിറ്റേറിയൻ മോണോത്തീസം ആണോ അതോ ട്രിനിറ്റേറിയൻ മോണോത്തീസം ആണോ 3 ബീയിങ് ആണോ, ഇതെല്ലാം നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. Or you will get confused as you go along. ഇനി ട്രിനിറ്റി വെളിപ്പെട്ട് തുടങ്ങുകയാണ്. നമുക്ക് ഒരു പാസേജ് ഒന്ന് പെട്ടെന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് ആ ഭാഗം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. മാത്യു 3 ഒന്ന് വന്നേ. If you turn the scriptures to Matthew chapter 3. അതിന്റെ verse 13 ഒന്ന് നോക്കിയേ. verse 13, can somebody read? As 16, 17. As soon as Jesus was baptized, he went out of the water. At that moment, heaven was opened, and he saw the Spirit of God descending like a dove and alighting on him. നിങ്ങൾ അവിടെ ട്രിനിറ്റി കണ്ടോ? 3 പേഴ്സൺ അവിടെ കണ്ടോ? ആ വാക്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ 3 പേഴ്സൺ? Do you see 3 persons in any of those scriptures that Leah read? ആ പാസേജിൽ ഉണ്ടോ എന്ന് നോക്കിയേ. Can you check that passage? 1 പേഴ്സൺ ആണ് ജീസസ്. ജീസസ് നടന്നു വരികയാണ്. One person, Jesus is coming, walking along. അങ്ങനെ വന്നപ്പോഴാണ് പിതാവിന്റെ ശബ്ദം കേൾക്കുകയാണ്. As Jesus is walking along, they hear the sound of the Father. വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ
പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വരികയാണ്. As soon as he came up from the water, the Holy Spirit comes upon him. നിങ്ങൾ പറഞ്ഞത് 3% വെളിപ്പെട്ടോ? Did three person be revealed there? ഇവിടെയാണ് ട്രിനിറ്റിപ്പെടുന്നത്. Here is where Trinity is being revealed. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ചെറിയ സൂചനകളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ബീയിങ്ങിൽ വളരെ കൃത്യമായി 3 പേഴ്സൺ ഉണ്ടെന്ന് ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. We see the Old Testament, we just see the glimpses, but here in the New Testament, we see the three being and the three persons being as one. ഇനിയും നിരവധി വാക്യങ്ങളിലുണ്ട്. ലൂക്ക് 4:18 വായിച്ചാൽ നമുക്ക് അവിടെ കാണാം. അത് ആക്സ് 10:38 ചേർത്ത് വായിക്കണം. ലൂക്ക് 4:18 പ്ലസ് ആക്സ് 10:38 വായിച്ചാൽ അവിടെ കൃത്യമായിട്ട് പിതാവ് അഭിഷേകം ചെയ്തു പുത്രനെ പരിശുദ്ധാത്മാവിനാൽ എന്ന് നമുക്ക് വായിക്കാം. We see when you read Luke 4:18 and Acts 10:38, ഈ 3 പേഴ്സൺ ആണെന്ന് അറിയാൻ ഏറ്റവും ക്ലിയർ ആയിട്ട് റെഫറൻസ് കിടക്കുന്നത് ജോൺ ചാപ്റ്റർ 14, 15 and 16 വായിച്ചാൽ ഈ 3 പേഴ്സണിന്റെ കാര്യം വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. If you read John chapter 14, 15 and 16, the three persons attributes are written there very clearly. Matthew 28 verse 18 to 20 ക്കകത്ത് ട്രിനിറ്റി ഉണ്ടോ? Matthew 18 verses 28 through 30. Yes, 28 verses 18 to 20. 18 to 20, verses 18 to 20 is that Trinity. Baptize them in the name of the Father, Son and the Holy Spirit. the Son and of the Holy Spirit. Very clear ആയിട്ട് പറഞ്ഞേക്കുന്നുണ്ടോ? അങ്ങനെങ്കിൽ ആ ഉസിയായിൽ 3 ഡിവൈൻ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ഉണ്ടെന്ന് പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്. We see that in that one Usia, there is 3 distinct persons as we read in the New Testament scriptures. നമ്മുടെ സഭ ചർച്ചിലെ മീറ്റിംഗിന്റെ ലാസ്റ്റ് ബെനഡിക്ഷൻ പറയുമ്പോൾ ഏത് വാക്യം പറയുന്നത്? When we say the benediction, what scripture verse do we say? 2 Corinthians 13:14 എന്ന് വായിച്ചേ. 2 Corinthians 13 verse 14. Can somebody read? May the love of God and the grace of our Lord Jesus Christ, the communion of the Holy Ghost be with us forever. One of you can read? 13:14. 13:14. Communion of the Holy Spirit be with us all. വാക്യം കണ്ടല്ലോ. So you see the scripture there? അങ്ങനെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ ആ ബീയിങ്ങിൽ 3 പേഴ്സൺ ഡിവൈൻ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ഉണ്ടെന്ന് പുതിയ നിയമത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ട്രിനിറ്റേറിയൻ മോണോതീസം. Can you say with me? Say Trinitarian monotheism. ഈ വാക്ക് മറന്നു പോകരുത്. Don't forget that. Trinitarian monotheism. That's what we believe in. അതാണ് നമ്മൾ not Unitarian monotheism. Not Unitarian. Trinitarian monotheism. Trinitarian monotheism. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് കൊണ്ടുവന്നേ. ഇതാണ് നമ്മുടെ ഡെഫിനിഷനിലെ ആദ്യ ഭാഗമാണിത്. 1 being 3 persons. So 1 being 3 distinct persons. 3 distinct divine persons. 3 distinct divine persons. ഇനിയും ഇവര് ഈ ഫാദറും സണ്ണും ഹോളി സ്പിരിറ്റും നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ വായിക്കുന്നിടത്തെല്ലാം ഫാദറാണ് ഉയർന്നുയർന്ന് നിൽക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? In the New Testament, when you read, we always see that Father is above all. ഫാദർ ഹോളി സ്പിരിറ്റിനെ അയക്കുന്നു. Father sends the Holy Spirit. അയക്കുന്നു. ഫാദർ അധികാരം കൊടുക്കുന്നു. Father is the authoritative figure there we see in the New Testament. അത് വാസ്തവത്തിൽ അതിന് ഒരു തിയോളജിയൻ പറഞ്ഞേക്കുന്ന ഒരു സെന്റൻസ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആ വാചകം ഇങ്ങനെയാണ്: ഡിഫറൻസ് ഇൻ ഫങ്ഷൻ ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ഇൻഫീരിയോറിറ്റി ഓഫ് നേച്ചർ. ആ സെന്റൻസ് ആണ് നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാൻ പോകുന്നത്. ഡിഫറൻസ് ഇൻ ഫങ്ഷൻ ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് inferiority of nature. You got it. Difference in function does not indicate inferiority of nature. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ.
പിതാവ് പുത്രനെ അയക്കുന്നു, പിതാവും പുത്രനോടെയും പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. അത് ഫങ്ഷനാണ്, നോട്ട് ദ നേച്ചർ. It is a function. Father sends the Jesus. Father said that, and Jesus together they send the Holy Spirit. So it is the function, but it is not the Not the nature. Not the nature. കാരണം പിതാവും ആരാധന സ്വീകരിക്കുന്നുണ്ട്, പുത്രനും ആരാധന സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നില്ലേ അങ്ങനെയല്ല? അങ്ങനെ നോക്കിയേ, നേച്ചർ പറയുമ്പോൾ കോഈക്വലും ഫങ്ഷൻ പറയുമ്പോൾ സബോർഡിനേഷനും. കിട്ടിയ വാചകം? When you talk about nature, they are all co-equal. But when you talk about function, there is subordination in the function. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പദം മറന്നു പോകരുത്. ഓണ്ടോളജിക്കൽ സബോർഡിനേഷൻ അല്ല, ഫങ്ഷണൽ സബോർഡിനേഷൻ. There's only functional subordination in the three of the. കാരണം യേശു സർവശക്തനാണ്, ഹോളി സ്പിരിറ്റും സർവശക്തനാണ്, ഫാദർ സർവശക്തനാണ്, പിതാവിനെ യാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ട്, പുത്രനെ യാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ട്, ഹോളി സ്പിരിറ്റിനെ യാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെങ്കിൽ ഉസിയ ഒന്നും ഫങ്ഷനിൽ അതിന്റെ സബോർഡിനേഷനുമാണ് ന്യൂ ടെസ്റ്റ്മെന്റിലെ ട്രിനിറ്റിയിൽ നമ്മൾ കാണുന്നത്. In New Testament Trinity, we see there's one Usia, but different functions that each one of them do. അത്രയും കാര്യം മനസ്സിലായോ? Is that clear? ഒരാൾ ചോദിക്കുകയാണ്, ഡെഫിനിഷൻ വൺ ബീയിങ് എന്ന് പറഞ്ഞാൽ വൺ ഗോഡ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും There is only one God. എന്നാൽ ആ വൺ ഗോഡിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ തന്നെ ഒരു പ്ലൂറാലിറ്റി കാണാം. In that one God, there is a plurality in the Old Testament. ആ ഗോഡ് ഹെഡിൽ തന്നെയുണ്ട്. In Godhead itself, there is a plurality. ആ തിയോളജിയൻ പറഞ്ഞ പോലെ ട്രിനിറ്റി എവിടാ വെളിപ്പെട്ടത്? Where does Trinity be revealed? Between Malachi, സുവിശേഷത്തിന്റെ അവിടെ, with the beginning of Matthew. എന്നാൽ അതിന്റെ ക്ലാരിറ്റിയിലേക്ക് റെവലേഷൻ പ്രോഗ്രസീവ് ആയിട്ട് വരികയാണ്. The progressive revelation is given throughout from New അത് Testament വെളിപ്പാട് onwards. പുസ്തകമായി ഇൻസ്പയർഡ് പുസ്തകം എഴുതി പേന താഴെ വെച്ചപ്പോൾ മനസ്സിലായി, വൺ ബീയിങ്, ത്രീ പേഴ്സൺ, കോ ഈക്വൽ ആൻഡ് കോ ഇറ്റേണൽ. This is the God we are serving. So when Trinity was, revelation was completed, we are seeing that there is only one being and three distinct persons or three divine persons, and this is the God that we serve. അത്രയും കാര്യം ഒരു ഫ്രെയിം വർക്ക് കിട്ടിയോ? Did you get a framework of Trinity? അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഡിഫറൻസ് ഇൻ ഫങ്ഷൻ ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ഇൻഫീരിയോറിറ്റി ഓഫ് നേച്ചർ. Difference in function does not indicate inferiority of ആ ഒരു nature. സെന്റൻസ് മനസ്സിലായാൽ തന്നെ പിതാവിന്റെ മൊണാർക്കി നമ്മുടെ വായനയിൽ പ്രശ്നമാകുകയില്ല. If you understand that sentence, you will understand Trinity. പിതാവ് ഉയർന്നു നിൽക്കുന്നത് ഫങ്ഷനിൽ മാത്രമാണ്, ഉസിയായിലല്ല. The Father is over them, not only in function, but not in the being. One being they are. അതുകൊണ്ട് മറന്നു പോകരുത്, ഫാദറിനെ യാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ട്, സണ്ണിനെ യാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ട്, ഹോളി സ്പിരിറ്റിനെ യാഹുവേ എന്ന് വിളിച്ചിട്ടുണ്ട്. വൺ ഉസിയ, ത്രീ ഹൈപ്പോസ്റ്റാസിസ്. ഇതാണ് ബൈബിൾ പറയുന്ന ത്രീ ഏക ദൈവം. The one Usia and three hypostases. The Father has been called Yahweh, Jesus has been called Yahweh, and Holy Spirit also has been called Yahweh. So there's one being and one Usia and three hypostases. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ദൈവം. This is the God of Christians. ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? Are you able to teach someone so much? ഇനി നമ്മള് ആ ത്രീ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ, കോ ഈക്വൽ, മൂന്ന് പേഴ്സണും ദൈവമായിരുന്നു എന്ന് അടുത്ത 1-2 ആഴ്ചയോട് നമുക്ക് ചിന്തിക്കണം. ഹോളി സ്പിരിറ്റ് ശക്തിയാണോ അതോ വ്യക്തിയാണോ ദൈവമാണോ, ഇതെല്ലാം നമുക്ക് കൊണ്ടുവരാം. Next week we'll see the nature or co-equal, how about the Holy Spirit and all three of them. Homoousios, Homoousios, three hypostasis. and three hypostases. എന്നെ മറന്നാലും അത് മറന്നു പോകും. Even if you forget me, don't forget Homoousios and രാത്രി three ചിലപ്പോൾ hypostases. സ്വപ്നമൊക്കെ കാണണം, ഹോമോസിയോസ്, ത്രീ ഹൈപ്പോസ്റ്റാസിസ്. You may dream of Homoousios and three hypostases. ക്ലിയർ ആയോ? Is it clear? ഇത് നമ്മള് ഭാഗ്യമുള്ളവരാ, നമ്മുടെ ദൈവത്തെ നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റിയല്ലോ. സ്തോത്രം.
We are lucky that we can understand our God so much at least. നമ്മുടെ ഈ പഴയ പാട്ടുകാരൊക്കെ എഴുതിയ പാട്ടുകൾ നോക്കിയേ, പിതാവിന്റെ മാറിൽ ചാരിയിരുന്ന പുത്രൻ. ഞാൻ ഓർക്കും ഒരു തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലായിട്ടും അവരുടെ വിളിച്ചു എന്നാ വലുതായിരുന്നു അല്ലേ? The old songs that people wrote were so meaningful. ഓക്കെ, മതിയില്ലേ? ഏകദേശം ക്ലിയർ, ഏകദേശം അതിന്റെ ആ ഡെഫിനിഷന്റെ ആദ്യത്തെ 2 ഭാഗം കിട്ടിയല്ലോ. I hope you got the definition, the first 2 parts. അടുത്തതാണ് നമ്മുടെ കോ ഈക്വൽ ആൻഡ് കോ ഇറ്റേണൽ. അത് പഠിച്ചു കഴിയുമ്പോൾ ഇതാണ് ട്രിനിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. Next week you will learn about the co-equal and co-eternal God, and then you will know what Trinity is. നോട്ട് യൂണിറ്റേറിയൻ മോണോത്തീസം, ട്രിനിറ്റേറിയൻ മോണോത്തീസം. We മറക്കില്ല. don't believe in Unitarian monotheism, but we believe in Trinitarian monotheism. ജീസസ് ഉള്ളിയും അപ്പോസ്റ്റോലിക് പെന്തക്കോസ്റ്റൽ ചർച്ചുകളും ഒക്കെ പഠിപ്പിക്കുന്നത് യൂണിറ്റേറിയൻ മോണോത്തീസം ആണ്. വി ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത് ട്രിനിറ്റേറിയൻ മോണോത്തീസം ആണ്. We believe in Trinitarian monotheism, not Unitarian monotheism. The apostolic churches, they teach on the, നോട്ട് അപ്പോസ്റ്റോലിക് ചർച്ചസ്. അവരുടെ പേരാണ് അപ്പോസ്റ്റോലിക് പെന്തക്കോസ്റ്റൽ, oh, they are called apostolic Pentecostals. വൺനെസ് പെന്തക്കോസ്റ്റൽ, The oneness Pentecostal, they are all ജീസസ് ഉള്ളി. Jesus അവർ- only. അവരുടെ ചർച്ചകളുടെ Those പേരാണ് churches are called Unitarian monotheism. ചിന്തിക്കരുത്, നമ്മളും believe. അവരുമായിട്ട് ട്രിനിറ്റിയിൽ അജഗജാന്തരം വ്യത്യാസമാണ്. We are Trinitarian monotheism. We Okay. believe in Trinitarian monotheism. പ്രാർത്ഥിച്ച് നിർത്താം.